നമസ്കാരം. നമ്മളിന്ന് ഇക്കണോമിക്സ്, അതായത് സാമ്പത്തിക ശാസ്ത്രം പഠിക്കാൻ പോവുകയാണ്. ഇതിലെ ഒന്നാമത്തെ ചാപ്റ്റർ 1 ഡെവലപ്മെന്റ്, മലയാളത്തിൽ പറഞ്ഞാൽ വികസനം. ഈ ചാപ്റ്റർ പരീക്ഷയ്ക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ വളരെ എളുപ്പത്തിൽ മാർക്ക് വാങ്ങാൻ പറ്റുന്ന ഒരു ഭാഗം കൂടിയാണിത്. നമുക്ക് തുടങ്ങാം. ഓക്കെ, അപ്പോൾ ഈ ചാപ്റ്റർ മൊത്തത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ എന്തൊക്കെയാണ് പഠിക്കാൻ പോകുന്നതെന്ന് നോക്കാം. ഒരു അഞ്ച് കാര്യങ്ങൾ. ആദ്യം, എന്താണ് ഈ വികസനം എന്ന് പറയുന്നത്, അതിൻ്റെ യഥാർത്ഥ അർത്ഥം എന്താണെന്ന് നമ്മൾ നോക്കും. പിന്നെ വരുമാനം വെച്ചിട്ട് വികസനത്തെ എങ്ങനെ അളക്കാമെന്ന് പഠിക്കും. മൂന്നാമതായി, വരുമാനം മാത്രം മതിയോ? പോരാ. അപ്പോൾ ആരോഗ്യം, വിദ്യാഭ്യാസം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കും. നാലാമത്, നമ്മുടെ ഭാവിയെപ്പറ്റി ചിന്തിക്കും, അതായത് സുസ്ഥിര വികസനം. അവസാനം, എക്സാമിന് വേണ്ടിയുള്ള ഒരു ക്വിക്ക് റിവിഷൻ. ഈ ഒരു ഓർഡറിൽ പോയാൽ മതി. ഈ ചാപ്റ്റർ സിമ്പിളായിരിക്കും. ശരി, അപ്പോൾ നമുക്ക് ആദ്യത്തെ ഭാഗത്തേക്ക് കടക്കാം. എന്താണ് യഥാർത്ഥ വികസനം? നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. വികസനം അല്ലെങ്കിൽ ഡെവലപ്മെന്റ് എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടിവരുന്നതെന്താ? ഒരുപാട് പണം, വലിയ കെട്ടിടങ്ങൾ, അങ്ങനെയൊക്കെയല്ലേ? പക്ഷേ വികസനമെന്ന് പറഞ്ഞാൽ പണം മാത്രമാണോ? അതോ അതിനപ്പുറം എന്തെങ്കിലുമുണ്ടോ? നമുക്ക് നോക്കാം. ഇതൊന്ന് ശ്രദ്ധിക്കൂ. ഇവിടെ നമ്മൾ രണ്ടുപേരെ കാണാൻ പോവാണ്. നമുക്കവരെ വ്യക്തി എ എന്നും വ്യക്തി ബി എന്നും വിളിക്കാം. ആദ്യം വ്യക്തി എയെ നോക്കാം. അദ്ദേഹത്തിന് ഭയങ്കര ശമ്പളമാണ്, ഹൈ സാലറി. പക്ഷേ താമസിക്കുന്ന എവിടെയാ? എപ്പോഴും മലിനീകരണവും പുകയുമൊക്കെയുള്ള ഒരു വലിയ നഗരത്തിൽ. ജോലിക്ക് യാതൊരു സുരക്ഷയുമില്ല, എപ്പോൾ വേണമെങ്കിലും പോകാം. പോരാത്തതിന് സമൂഹത്തിൽ വലിയ ബഹുമാനമൊന്നും കിട്ടുന്നുമില്ല. ഇനി നമുക്ക് വ്യക്തി ബിയെ നോക്കാം. അദ്ദേഹത്തിന് നല്ല ശമ്പളമുണ്ട്, ഹൈ സാലറി ഇല്ലെങ്കിലും അത്യാവശ്യം നല്ല ശമ്പളം. താമസിക്കുന്നത് നല്ല വൃത്തിയുള്ള ശുദ്ധവായു കിട്ടുന്ന ഒരു ഗ്രാമത്തിലാണ്. ഒരു സർക്കാർ ജോലിയാണ്, അതുകൊണ്ട് ജോലി പോകുമെന്ന പേടിയേയില്ല. നാട്ടുകാർക്കൊക്കെ അദ്ദേഹത്തോട് വലിയ ബഹുമാനവുമാണ്. കണ്ടില്ലേ, രണ്ട് വ്യത്യസ്ത ജീവിതങ്ങൾ. ഇപ്പോൾ നിങ്ങൾ തന്നെ ഒന്ന് പറയാം, ഈ രണ്ടുപേരിൽ ആർക്കാണ് കൂടുതൽ വികസനമുള്ളതെന്ന് നമുക്ക് പറയാൻ പറ്റുക? ആരുടെ ജീവിതമാണ് കൂടുതൽ മെച്ചപ്പെട്ടത്? ചിലപ്പോൾ വ്യക്തി എയുടെ ബാങ്കിൽ ഒരുപാട് പണം കാണും, പക്ഷേ യഥാർത്ഥത്തിൽ സന്തോഷവും സമാധാനമുള്ളൊരു ജീവിതം ആർക്കാണ്? വ്യക്തി ബിക്കല്ലേ? അപ്പോൾ ഇതിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലായി. വികസനമെന്ന് പറഞ്ഞാൽ അത് വെറും പൈസയുടെ മാത്രം കളിയല്ല. അപ്പോൾ എന്താണ് ഈ വികസനം? സിമ്പിളായി പറഞ്ഞാൽ പുരോഗതി, അല്ലെങ്കിൽ ഒരു മെച്ചപ്പെട്ട ജീവിതം എന്നൊക്കെയുള്ളൊരു ഐഡിയയാണിത്. പക്ഷേ ഇവിടെ ഒരു പ്രധാനപ്പെട്ട പോയിന്റുണ്ട്. എന്താണ് ഈ മെച്ചപ്പെട്ട ജീവിതം എന്നത് ഓരോരുത്തർക്കും ഓരോന്നായിരിക്കും, അല്ലേ? നമ്മൾ നേരത്തെ കണ്ട വ്യക്തി ബിക്കൊരു പക്ഷേ നല്ല ആരോഗ്യവും സമാധാനവുമായിരുന്നു വലുത്. എന്നാൽ ഒരു കർഷകന് നല്ല വിളവ് കിട്ടുന്നതായിരിക്കാം വികസനം. ഒരു വിദ്യാർത്ഥിക്ക് നല്ല വിദ്യാഭ്യാസം കിട്ടുന്നതായിരിക്കാം. അപ്പോൾ ഓരോരുത്തരുടെയും വികസന ലക്ഷ്യങ്ങൾ വ്യത്യസ്തമായിരിക്കും. ഇതാണ് ഏറ്റവും ബേസിക്കായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. ഓക്കെ, വികസനം എന്ന് പറഞ്ഞാൽ പണം മാത്രമല്ല, ആരോഗ്യം, സന്തോഷം, ബഹുമാനം ഒക്കെയുണ്ട് എന്ന് നമുക്ക് മനസ്സിലായി. പക്ഷേ നമ്മൾ രാജ്യങ്ങളെ തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ ഒരു രാജ്യം മറ്റേതിനേക്കാൾ വികസിച്ചോ എന്ന് നോക്കുമ്പോൾ സാമ്പത്തിക വിദഗ്ധർ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരളവുകോൽ വരുമാനം തന്നെയാണ്. അപ്പോൾ ഈ വരുമാനം വെച്ച് എങ്ങനെയാണ് വികസനത്തെ അളക്കുന്നത്? നമുക്ക് നോക്കാം. ഇവിടെയാണ് നമ്മളൊരു പുതിയ വാക്ക് പഠിക്കാൻ പോകുന്നത്. പെർ ക്യാപിറ്റ ഇൻകം. മലയാളത്തിൽ ഇതിനെ പ്രതിശീർഷ വരുമാനം എന്ന് പറയും. എന്താണിത്? വളരെ സിമ്പിളാണ്. ഒരു രാജ്യത്തിന് ഒരു വർഷം കിട്ടുന്ന മൊത്തം വരുമാനമില്ലേ, അതിനെ ആ രാജ്യത്തെ മൊത്തം ജനങ്ങളുടെ എണ്ണം കൊണ്ട് ഹരിക്കുക. അപ്പോൾ ഒരാൾക്ക് ശരാശരി എത്ര വരുമാനം കിട്ടുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഈ ഒരു കണക്ക് വെച്ചിട്ടാണ് സാധാരണയായിട്ട് രാജ്യങ്ങളെ തമ്മിൽ താരതമ്യം ചെയ്യാറ്. ഇതിന്റെ ഫോർമുല പരീക്ഷയ്ക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. നോക്കൂ, പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറയുന്നത് രാജ്യത്തിന്റെ ആകെ ദേശീയ വരുമാനം, അതായത് ടോട്ടൽ നാഷണൽ ഇൻകം, അതിനെ ആകെ ജനസംഖ്യ കൊണ്ട്, അതായത് ടോട്ടൽ പോപ്പുലേഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതാണ്. ഒന്നുകൂടി പറയാം, ടോട്ടൽ നാഷണൽ ഇൻകം ഡിവൈഡഡ് ബൈ ടോട്ടൽ പോപ്പുലേഷൻ. ഇത് മറക്കരുത്. പക്ഷേ ഒന്ന് ആലോചിച്ചു നോക്കൂ, ഈ ഒരു ശരാശരി കണക്ക് മാത്രം നോക്കിയാൽ ഒരു രാജ്യത്തെപ്പറ്റി എല്ലാം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമോ? ആ രാജ്യം ശരിക്കും വികസിച്ചോ എന്ന് പറയാൻ ഇത് മാത്രം മതിയോ? ഇല്ല, ഒരിക്കലും പോരാ. അതാണ് ഈ ശരാശരിയുടെ ഒരു കുഴപ്പം. ശരാശരി എപ്പോഴും യഥാർത്ഥ ചിത്രം നമ്മളിൽ നിന്ന് മറച്ചുവെക്കും. ഞാനൊരു ഉദാഹരണം പറയാം. ഒരു രാജ്യത്ത് വെറും 5 പേരേ ഉള്ളൂന്ന് വെക്കുക. 4 പേർക്ക് 1 രൂപ വീതമാണ് വരുമാനം. അഞ്ചാമത്തെ ആൾക്ക് 96 രൂപയും. അപ്പോൾ ആകെ വരുമാനം 100 രൂപ. ആകെ ജനസംഖ്യ 5. ശരാശരി വരുമാനം എത്രയാ? 20 രൂപ. പക്ഷേ ആ 20 രൂപ എന്ന കണക്ക് കേട്ടാൽ എല്ലാവർക്കും ഏകദേശം അത്രയും വരുമാനമുണ്ടെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കും. പക്ഷെ ശരിക്കും അവിടെ 4 പേരും വളരെ പാവപ്പെട്ടവരാണ്. കണ്ടോ, ഈ ശരാശരി പണക്കാരനെയും പാവപ്പെട്ടവനെയും വേർതിരിച്ച് കാണിക്കുന്നില്ല. ഇതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു പോരായ്മ. അപ്പോൾ വരുമാനം മാത്രം പോരാ എന്ന് നമുക്ക് ഉറപ്പായി. അപ്പോൾ പിന്നെ എന്തൊക്കെയാണ് ഒരു നല്ല ജീവിതത്തിന് വേണ്ടത്? ശരിക്കും ഒരു വികസനത്തിന് വേണ്ടത് ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ അതിലേറ്റവും പ്രധാനപ്പെട്ട 2 ആരോഗ്യവും വിദ്യാഭ്യാസവും. നമുക്കത് നോക്കാം. ഈ ടേബിളൊന്ന് നോക്കൂ. ഇവിടെ 2 സംസ്ഥാനങ്ങളുണ്ട്, സ്റ്റേറ്റ് എയും സ്റ്റേറ്റ് ബിയും.
ആദ്യം നമുക്ക് അവരുടെ പെർ ക്യാപിറ്റ ഇൻകം, അതായത് പ്രതിശീർഷ വരുമാനം നോക്കാം. സ്റ്റേറ്റ് എക്ക് 1,80,000 രൂപയുണ്ട്. സ്റ്റേറ്റ് ബിക്ക് 1,60,000 രൂപയേ ഉള്ളൂ. അപ്പോൾ വരുമാനം മാത്രം നോക്കിയാൽ ഏതാണ് മുന്നിൽ? സ്റ്റേറ്റ് എ അല്ലേ? പക്ഷേ ഇനി താഴേക്ക് നോക്കൂ. ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ്, അതായത് ശിശുമരണ നിരക്ക്. സ്റ്റേറ്റ് എയിൽ അത് 30 സ്റ്റേറ്റ് ബിയിലോ വെറും 10. അതായത് സ്റ്റേറ്റ് ബിയിൽ ആരോഗ്യരംഗം വളരെ മെച്ചപ്പെട്ടതാണ്. ഇനി ലിറ്ററേച്ചർ റേറ്റ്, അതായത് സാക്ഷരതാ നിരക്ക് നോക്കൂ. സ്റ്റേറ്റ് ബിയിൽ 94% ആളുകൾക്ക് എഴുതാനും വായിക്കാനും അറിയാം. സ്റ്റേറ്റ് എയിലോ 82% മാത്രം. അപ്പോൾ ഇപ്പോൾ പറയൂ, ഏത് സംസ്ഥാനമാണ് യഥാർത്ഥത്തിൽ കൂടുതൽ വികസിച്ചത്? വരുമാനം കുറവാണെങ്കിലും ആരോഗ്യത്തിലും വിദ്യാഭ്യാസത്തിലും സ്റ്റേറ്റ് ബിയല്ലേ മുന്നിൽ. ഇതാണ് പോയിന്റ്. നമ്മൾ നേരത്തെ പറഞ്ഞ ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് അല്ലെങ്കിൽ IMR എന്താണെന്ന് ഒന്നുകൂടി വ്യക്തമാക്കാം. ഒരു സ്ഥലത്ത് ഒരു വർഷം ജീവനോടെ ജനിക്കുന്ന 1000 കുട്ടികളെ എടുക്കുക. അതിൽ 1 വയസ്സ് തികയുന്നതിനു മുൻപ് എത്ര കുഞ്ഞുങ്ങൾ മരണപ്പെടുന്നു എന്ന കണക്കാണ് IMR. ഈ സംഖ്യ എത്രത്തോളം കുറവാണോ അത്രയും നല്ലതാണ്. കാരണം അത് കാണിക്കുന്നത് അവിടുത്തെ ആരോഗ്യ സംവിധാനം അത്രയും മികച്ചതാണെന്നാണ്. ഇനി സാക്ഷരതാ നിരക്ക് അല്ലെങ്കിൽ ലിറ്ററസി റേറ്റ്. ഇതും വളരെ എളുപ്പമാണ്. ഒരു സ്ഥലത്ത് 7 വയസ്സോ അതിൽ കൂടുതലോ പ്രായമുള്ള ആളുകളെ എടുക്കുക. അവരിൽ എത്ര ശതമാനം പേർക്ക് ഏതെങ്കിലും ഒരു ഭാഷ എഴുതാനും വായിക്കാനും അറിയാം എന്നതിന്റെ കണക്കാണിത്. നല്ല വിദ്യാഭ്യാസമുള്ളൊരു സമൂഹം പെട്ടെന്ന് പുരോഗമിക്കും, അല്ലേ? ഓക്കെ, അപ്പോൾ വരുമാനം, ആരോഗ്യം, വിദ്യാഭ്യാസം, ഇതൊക്കെ വച്ച് ഇന്നത്തെ വികസനത്തെപ്പറ്റി നമ്മൾ സംസാരിച്ചു. പക്ഷേ നമ്മളിങ്ങനെ വികസിച്ചുകൊണ്ടിരുന്നാൽ മതിയോ? ഈ വികസനം എന്നെന്നും നിലനിൽക്കണ്ടേ? നമ്മുടെ അടുത്ത തലമുറയ്ക്കും ഇത് കിട്ടണ്ടേ? അവിടെയാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് അഥവാ സുസ്ഥിര വികസനം എന്ന ആശയം വരുന്നത്. എന്താണീ സുസ്ഥിര വികസനം? വളരെ സിമ്പിളാണ്. നമ്മൾ ഇന്ന് വികസിക്കുന്നു, നമ്മുടെ ആവശ്യങ്ങളെല്ലാം നിറവേറ്റുന്നു. പക്ഷേ അത് ചെയ്യുമ്പോൾ നമ്മുടെ മക്കൾക്കും അവരുടെ മക്കൾക്കും, അതായത് ഭാവി തലമുറയ്ക്ക് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള കഴിവിനെ നമ്മൾ ഇല്ലാതാക്കരുത്. നമ്മൾ വീട്ടിലൊരു പാത്രം നിറയെ പലഹാരം വെച്ചിട്ടുണ്ടെങ്കിൽ അത് മുഴുവൻ നമ്മൾ ഒറ്റയടിക്ക് കഴിക്കുമോ? ഇല്ല, നാളത്തേക്ക് കൂടി കുറച്ച് മാറ്റിവെക്കും. അതുപോലെ ഭൂമിയിലെ വിഭവങ്ങൾ, വെള്ളം, മണ്ണ്, പെട്രോളൊക്കെ അടുത്ത തലമുറയ്ക്ക് കൂടി ബാക്കി വെച്ചുകൊണ്ട് നമ്മൾ വികസിക്കണം. അതാണ് സുസ്ഥിര വികസനം. ഒന്ന് ആലോചിച്ചു നോക്കൂ, നമ്മൾ ഇന്ന് വികസനത്തിനു വേണ്ടി എന്തൊക്കെയാ ഉപയോഗിക്കുന്നത്? വെള്ളം, പെട്രോള്, മരങ്ങള്, ധാതുക്കൾ, ഇതൊക്കെ നമ്മൾ ഒരുപാട് ഉപയോഗിക്കുന്നുണ്ട്, ശരിയാണ്. പക്ഷേ ഇതേ രീതിയിൽ നമ്മളിത് ഉപയോഗിച്ച് തീർത്താൽ ഒരു 50 വർഷം കഴിയുമ്പോൾ എന്തുണ്ടാകും? നിങ്ങളുടെയൊക്കെ പ്രായത്തിലുള്ള അടുത്ത തലമുറയ്ക്ക് ശുദ്ധമായ വെള്ളം കുടിക്കാൻ കിട്ടുമോ? വാഹനങ്ങൾ ഓടിക്കാൻ പെട്രോൾ ഉണ്ടാകുമോ? ഇതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അതുകൊണ്ട് ഇന്നത്തെ ആവശ്യങ്ങൾക്കായി വിഭവങ്ങൾ ഉപയോഗിക്കാം, പക്ഷേ അത് ബുദ്ധിപൂർവ്വം വേണം, നാളേക്ക് കൂടി കരുതി വെക്കണം. അപ്പോൾ ഈ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട ആശയങ്ങളെല്ലാം നമ്മൾ കവർ ചെയ്തു. വികസനം എന്താണെന്ന് നോക്കി, അത് അളക്കാനുള്ള വഴികൾ കണ്ടു, സുസ്ഥിര വികസനത്തെക്കുറിച്ചും പഠിച്ചു. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റായ ഭാഗം, എക്സാമിന് വേണ്ടി ഇതൊക്കെ എങ്ങനെ ഓർമ്മിച്ചു വയ്ക്കാം. നമുക്ക് പെട്ടെന്നൊന്ന് റിവൈസ് ചെയ്യാം. ശരി, ഈ പ്രധാനപ്പെട്ട വാക്കുകൾ മനസ്സിലുണ്ടാവണം. ഒന്നാമത്തേത് ഡെവലപ്മെന്റ്, വികസനം. എന്താണത്? മെച്ചപ്പെട്ട ജീവിതം, പുരോഗതി. രണ്ടാമത്തേത് പെർ ക്യാപിറ്റ ഇൻകം, പ്രതിശീർഷ വരുമാനം. എന്താണത്? ശരാശരി വരുമാനം. അടുത്തത് ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ്, ശിശുമരണ നിരക്ക്. ഇതെന്തിന്റെ സൂചകമാണ്? ആരോഗ്യത്തിന്റെ. പിന്നെ ലിറ്ററസി റേറ്റ്, സാക്ഷരതാ നിരക്ക്. ഇത് വിദ്യാഭ്യാസത്തിന്റെ സൂചകമാണ്. അവസാനം സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, സുസ്ഥിര വികസനം, അതായത് ഇന്നത്തെയും നാളത്തെയും വികസനം. ക്ലിയർ അല്ലേ? ഈ ഫോർമുല മാത്രം മറന്നുപോകരുത്. പെർ ക്യാപിറ്റ ഇൻകം ഈസ് ഈക്വൽ ടു ടോട്ടൽ നാഷണൽ ഇൻകം ഡിവൈഡഡ് ബൈ ടോട്ടൽ പോപ്പുലേഷൻ. ഒന്നുകൂടി പറയാം, പ്രതിശീർഷ വരുമാനം എന്ന് പറയുന്നത് രാജ്യത്തിന്റെ ആകെ ദേശീയ വരുമാനത്തെ ആകെ ജനസംഖ്യ കൊണ്ട് ഹരിക്കുന്നതാണ്. ഇതൊരു നോട്ടിൽ എഴുതിവെച്ചോളൂ. ഇനി ഒരു എക്സാം ടിപ്പ്. സാധാരണയായി കുട്ടികൾ വരുത്തുന്ന ഒരു തെറ്റുണ്ട്. പരീക്ഷയ്ക്ക് വികസനത്തെപ്പറ്റി എഴുതാൻ ചോദിക്കുമ്പോൾ അവർ വരുമാനത്തെപ്പറ്റി മാത്രം എഴുതും, പെർ ക്യാപിറ്റ ഇൻകത്തെപ്പറ്റി മാത്രം. അത് മാത്രം എഴുതിയാൽ ഫുൾ മാർക്ക് കിട്ടില്ല. നിങ്ങൾ എന്തു ചെയ്യണം? വരുമാനത്തെപ്പറ്റി എഴുതുന്നതിനോടൊപ്പം നമ്മൾ പഠിച്ച ആരോഗ്യത്തിന്റെ സൂചകമായ IMRനെ പറ്റിയും വിദ്യാഭ്യാസത്തിന്റെ സൂചകമായ ലിറ്ററസി റേറ്റിനെ പറ്റിയും കൂടി എഴുതണം. അപ്പോഴേ നിങ്ങളുടെ ഉത്തരം കംപ്ലീറ്റ് ആവുകയുള്ളൂ. പരീക്ഷയ്ക്ക് ഒരാഴ്ചയല്ലേ ഉള്ളൂ എന്ന് വിചാരിച്ച് ടെൻഷൻ അടിക്കേണ്ട. ഈ ചാപ്റ്റർ പഠിക്കാൻ ഒരു സിമ്പിൾ പ്ലാൻ പറയാം. ആദ്യം ഈ ക്ലാസ് ഒന്നുകൂടി കേട്ട് ഐഡിയാസൊക്കെ ക്ലിയർ ആക്കുക. രണ്ടാമത് ടെക്സ്റ്റ് ബുക്കിലെ ഈ ചാപ്റ്റർ ഒരു തവണയെങ്കിലും നന്നായി വായിക്കുക. മൂന്നാമത് ആ സ്റ്റേറ്റ് എ, സ്റ്റേറ്റ് ബി വെച്ചുള്ള ടേബിൾ പോലത്തെ ചോദ്യങ്ങൾ ചെയ്തു നോക്കുക. അവസാനം നമ്മൾ പഠിച്ച ഡെഫിനിഷൻസൊക്കെ എല്ലാ ദിവസവും വെറുതെ ഒന്ന് മറിച്ചു നോക്കുക. ഇത്രയും ചെയ്താൽ മതി, നിങ്ങൾക്ക് ഉറപ്പായും നല്ല മാർക്ക് കിട്ടും. അവസാനമായി മഹാത്മാഗാന്ധിയുടെ വളരെ പ്രശസ്തമായ ഒരു വാചകം ഓർക്കാം. ദി എർത്ത് ഹാസ് ഇനഫ് ഫോർ എവ്രിവൺസ് നീഡ്, ബട്ട് നോട്ട് ഇനഫ് ഫോർ എവ്രിവൺസ് ഗ്രീഡ്. അതായത്
ഈ ഭൂമിയിൽ എല്ലാവരുടെയും ആവശ്യങ്ങൾക്കുള്ള വിഭവങ്ങളുണ്ട്, പക്ഷേ ഒരാളുടെ പോലും അത്യാഗ്രഹത്തിനുള്ളതിവിടെയില്ല. സുസ്ഥിര വികസനം എത്രത്തോളം പ്രധാനമാണെന്ന് മനസ്സിലാക്കാൻ ഈയൊരു വാചകം മാത്രം മതി. അപ്പോൾ നമ്മൾ ഈ ചാപ്റ്റർ ഇവിടെ നിർത്തുകയാണ്. പോകുന്നതിന് മുമ്പ് നിങ്ങൾക്കുള്ളൊരു ചെറിയ ചോദ്യം. ഈ സുസ്ഥിര വികസനത്തിനു വേണ്ടി ഈ വരുന്ന ആഴ്ചയിൽ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നൊരു കൊച്ചു കാര്യം എന്തായിരിക്കും? ചിലപ്പോൾ അത് ആവശ്യമില്ലാത്തൊരു ലൈറ്റ് ഓഫ് ചെയ്യുന്നതാകാം, അല്ലെങ്കിൽ കുറച്ച് വെള്ളം പാഴാക്കാതെ സൂക്ഷിക്കുന്നതാകാം, എന്തുവാകാം. അതിനെപ്പറ്റി ഒന്ന് ആലോചിക്കണം. അപ്പോൾ ഓർക്കുക, വികസനമെന്ന് പറഞ്ഞാൽ പണം മാത്രമല്ല, അത് നല്ലൊരു ജീവിതവും നല്ലൊരു നാളെയുമാണ്. എല്ലാവരും നന്നായി പഠിക്കുക. ഓൾ ദ ബെസ്റ്റ്.